ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലു മാറി കരളിൽ കൃപ നിറയും. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. കടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത
ചെയ്യാൻ പോകുന്നു. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നനം കേട്ടിടത്ത് നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നനം കേട്ടിടത്ത് നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ വരി ഇപ്രകാരമാണ്: ആദ്യം അന്ത്യോക്യയിൽ വെച്ച ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. ക്രിസ്തുവിൻ്റെ അനുയായികളായി തീർന്ന അക്കാലത്തെ മനുഷ്യരെ ക്രിസ്ത്യാനികളെന്ന പേരിലേക്ക് അവരറിയപ്പെട്ടു. അവർ യെരുശലേമിലെ പള്ളിയിലെ ഇടവക്കാരല്ല. ഇനി മുതൽ അവർ യഹൂദ സഭയുടെ ആ വലിയ പാരമ്പര്യപ്രകാരമുള്ള ആളുകളല്ല. അവരെ മറ്റൊരു പേരിൽ അറിയപ്പെട്ടു. ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിൽ അവരെ അറിയപ്പെടാൻ തുടങ്ങി. അത് സന്തോഷത്തോടെ കൊടുത്ത പേരാണോ അതോ അവരെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി പരിഹാസപൂർവ്വം കൊടുത്ത പേരാണോ എന്ന് നിശ്ചയമില്ല. ഏതായാലും ക്രിസ്തുവിൻ്റെ അനുയായികളെ ആ ഒരു പ്രത്യേക കാലഘട്ടം മുതൽ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങി. അക്കാലത്ത് റോമാ പൗരൻ എന്നറിയപ്പെടുന്നതിനാണ് വില. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ജന്മനാ ഒരു റോമാ പൗരനായിരുന്നു. അക്കാലത്ത് മനുഷ്യർ, വലിയ സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യർ പണം ധാരാളം കൊടുത്ത് റോമാ പൗരത്വം നേടുന്ന കാലമാണ്. അക്കാലത്താണ് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിനേക്കാൾ കൂടുതലായി സന്തോഷത്തോടെ കൊടുത്തിരുന്നത് സ്വർഗത്തിലെ പൗരന്മാരെന്നാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഓർപ്പിക്കും, ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിനേക്കാൾ സവിശേഷതയേറിയതായ ഒരു പേരവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിലെ പൗരൻ എന്നാണ് അപ്പോസ്തലൻ കൊടുത്ത പേര്. സ്വർഗീയ പൗരനാണ്. ഓരോ ക്രിസ്തുവിശ്വാസിയും സ്വർഗീയ പൗരനാണ്. അതാണ് അവരുടെ ശരിയായ മേൽവിലാസവും ശരിയായ പൗരത്വവും. അതാണ്. ഈ ഭൂമിയിൽ അവർ ജീവിക്കുന്നു, അത് ശരിയാണ്. മരണം വരെ അവർ ഈ ഭൂമിയിലെ ഏതെങ്കിലും രാജ്യത്തെ പൗരന്മാരായിരിക്കുകയും ചെയ്യും. പക്ഷേ മരണത്തോടുകൂടെ ഈ ഭൂമിയിലെ പൗരത്വം അവസാനിക്കുന്നു. പക്ഷേ അവർ എന്നും ക്രിസ്തുവിനെ കർത്താവിനിശ്ചിതമായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ അടിമയായി ജീവിക്കുന്ന കാലം മുതൽ അവർ സ്വർഗീയ പൗരന്മാരാണ്. ക്രിസ്ത്യാനികളെന്നുള്ള പേര് അക്കാലത്ത് പ്രത്യേകിച്ച് പരിഹാസരൂപത്തിന് വിളിച്ചതായിരിക്കാം. എങ്കിലും ഇന്നും ക്രിസ്ത്യാനികളെന്നുള്ള പേര് തന്നെയാണ് ക്രിസ്തുവിൻ്റെ അനുയായികളെ അറിയപ്പെടുന്നത്. പക്ഷേ ഇന്നത് വലിയ വിലയുള്ള പേരൊന്നുമല്ല. കാരണം ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നവർ തന്നെ അതിന് വലിയ മൂല്യം കൊടുക്കുന്നില്ല. അവർ യാതൊരു വിലയും കൊടുക്കാതെ അവർക്ക് കിട്ടിയതായ ഒരു പേരാണ് ക്രിസ്ത്യാനികളെന്ന്. ഈ തിരുവചനം കേൾക്കുന്ന പലരും ക്രിസ്ത്യാനികൾ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ പേരിന് നിങ്ങളൊരു വില കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും
വില അതിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലഭിച്ച ഒരു പേരാണോ ഒരു ക്രിസ്ത്യാനി എന്നുള്ളതായ പേര്? അത് തന്നെയാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിൽ വില കൊടുക്കാതെ കിട്ടിയതായൊരു പേരായതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ആ പേരിന് സവിശേഷത തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. നാം ചിന്തിച്ചു വന്നത് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവർ, നമുക്കൊന്ന് വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറുക, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഭക്തിയോടും ഭയത്തോടും കൂടെ ജീവനുള്ള ദൈവത്തെ സേവിക്കേണ്ടവരാണ് നാം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതൽ അഥവാ ഒരു സ്വർഗീയ പൗരനായിത്തീരുന്ന ഒരു മനുഷ്യൻ, അത് വില കൊടുക്കാതെ കിട്ടുന്ന ഒരു പദവിയല്ല. ഒരു പക്ഷേ വ്യക്തിപരമായി ഞാൻ വില കൊടുത്ത് കാണില്ല, ഞാൻ രൂപ കൊടുത്തതല്ല, ഞാൻ ഏതെങ്കിലും മതം അല്ലെങ്കിൽ ഒരു സഭ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതായ ഒരു പദവിയല്ല ക്രിസ്ത്യാനി എന്നുള്ളതോ അല്ലെങ്കിൽ സ്വർഗത്തിലെ പൗരനെന്നുള്ളത് ഒരു സഭ കൊടുക്കുന്ന ഒരു പേരല്ല, പദവിയല്ല, ഒരു സംഘടന കൊടുക്കുന്നതല്ല. പിന്നെ ആരാണത് കൊടുക്കുന്നത്? മനുഷ്യന് ആ പദവി കൊടുക്കുന്നത് വില കൊടുത്ത് മേടിച്ചു കൊടുത്തതാണത്. നമുക്ക് ആ കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കാം. വില കൊടുത്തതാണ്. ആരാണതിന് വില കൊടുത്തത്? അപ്പോസ്തലനായ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആരാണ് അതിനു വേണ്ടി വില കൊടുത്തത്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങൾ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന് വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കുഞ്ഞാടാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊടുത്തിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് നേടിക്കൊടുക്കുന്നതാണ് ഒരു ക്രൈസ്തവൻ അഥവാ ഒരു സ്വർഗീയ പൗരൻ, സ്വർഗത്തിലെ പൗരത്വം എന്നുള്ളത് വില കൊടുത്ത് മേടിച്ചു കൊടുക്കുന്നതാണ്. സങ്കീർത്തനം 49-ാം സങ്കീർത്തനം അതിൻ്റെ 8ഉം 9ഉം വാക്യം നമുക്ക് വായിക്കാം. അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 49-ാം സങ്കീർത്തനം അത് ചിന്തിച്ചു വരുന്നത് പണം കൊണ്ട് എന്തെല്ലാം സാധിക്കും, ഒരു ധനവാൻ എന്തെല്ലാം സാധിക്കും. ധനം കൊണ്ട്, പണം കൊണ്ട്, പദവി കൊണ്ട് ഈ ലോകത്തിലെ അനേക കാര്യങ്ങൾ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു ചിന്തയാണ് അവിടെ പ്രകടമായിട്ട് വരുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യം, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? ഒരു ധനമുണ്ടെങ്കിൽ പിന്നെ പാപം ചെയ്താലും ധനമുണ്ടെങ്കിൽ പേടിക്കണ്ട. ധനവാനാണെങ്കിൽ പാപം ചെയ്താലും ഭയപ്പെടണ്ട എന്നുള്ളതായ ഒരു ചിന്തയാണുള്ളത്. അധികാരമുള്ളവനാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ആത്മീയ സ്ഥാനിയാണെങ്കിൽ, ആത്മീയ അധികാരമുള്ളവനാണെങ്കിൽ അവന് പാപമുണ്ടെങ്കിലും അത് വലിയ ഒരു വേദനാ വിഷയമോ വലിയൊരു പ്രതിസന്ധിയല്ല. പാപം പണമുള്ളവന് ഒരു സങ്കട വിഷയമല്ല, ഒരു പ്രതിസന്ധിയല്ല എന്നുള്ളതായ ഒരു ചിന്താഗതിയാണ് അവിടെ. പുരപുത്രന്മാരുടെ സങ്കീർത്തനമാണല്ലോ അവിടെ പറയുന്നത്. അവിടെ ദൈവാത്മാവ് പറയുകയാണ്. എൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. പണമുള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ ആർക്കും കഴിയുകയില്ല. 2 പദങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അവിടെ. ഒന്ന്, ദൈവം വിടുവിക്കുന്നു. 2, ദൈവം വീണ്ടെടുക്കുന്നു. രണ്ടും 2 കാര്യത്തിലാണ്. ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് ദൈവം മോശയെ ആ ഫറവോൻ്റെ നാട്ടിലേക്ക് അയച്ചത്. അവിടെ വിടുവിക്കലാണ് ഉണ്ടായത്. വേദന അനുഭവിച്ച ജനത്തെ, പ്രതിസന്ധിയിലായ ജനത്തെ, അടിമവേല ചെയ്ത് ഒലഞ്ഞുപോയ മനുഷ്യനെ ദൈവം തൻ്റെ കരുണയാലും സ്നേഹത്താലും അവനെ ദൈവം വിടുവിച്ചെടുത്തു. വീണ്ടെടുക്കുകയല്ല ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ദൈവം വിടുവിക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് വിടുവിക്കുന്നു, കഷ്ടതകളിൽ നിന്ന് വിടുവിക്കുന്നു, രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നു, പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു.
അത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം സ്നേഹിച്ച മനുഷ്യനെ വിടിവിക്കുന്നു. ആ ബന്ധനത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് അവനെ ദൈവം വിടിവിച്ചെടുക്കുന്നു. എന്നാൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. വീണ്ടെടുക്കുക എന്ന് പറയുന്നത് സാത്താൻ്റെ അടിമയത്വത്തിൽ കിടക്കുന്ന, അഥവാ സാത്താൻ്റെ അടിമത്തം, പാപം മൂലം ബന്ധനത്തിലായ മനുഷ്യൻ, അല്ലെങ്കിൽ പാപം മൂലം പാപ സ്വഭാവത്തിൽ അടിമയായി കിടക്കുന്ന മനുഷ്യനെ വിടിവിക്കുകയല്ല, അവനെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ആത്മാവിനെ കർത്താവായ യേശുവിൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, വിടിവിക്കുക. രണ്ട്, വീണ്ടെടുക്കുക. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുക്കുക എന്ന് പറയുന്നത് റിഡംഷൻ. അവനെ വില കൊടുത്ത് മേടിച്ച് അവൻ്റെ പ്രാണനെയാണ് വീണ്ടെടുക്കുന്നത്. ശരീരത്തിന് വിടുതൽ കൊടുക്കുന്നു രോഗത്തിൽ നിന്നും, അല്ലെങ്കിൽ മാനസിക രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നു, കഷ്ടപ്പാടിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നു ദൈവം. അത് വിടിവിക്കലാണ്. എന്നാൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി ദൈവം കൊടുക്കുന്നതാണ്. നരകത്തിലേക്ക് പോകേണ്ടതായ ആ മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവം വീണ്ടെടുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് ആ ആത്മാവിനെ വീണ്ടെടുത്ത് സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റുന്നു. അത് നിസ്സാരമായൊരു കാര്യമല്ല. അതിന് വില കൊടുക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പണം കൊണ്ട് വീണ്ടെടുപ്പ് നടക്കില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പാപി, ഒരു മദ്യപാനിയെ സ്വർഗത്തിലാക്കണമെങ്കിൽ അവന് വീണ്ടെടുപ്പാണ് ആവശ്യം. ഒരു ചീത്ത സ്വഭാവമുള്ള ഒരു യുവാവിനെ അല്ലെങ്കിൽ യുവതിക്ക് വീണ്ടെടുപ്പാണ് ആവശ്യം. അവൻ്റെ ആത്മാവിനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പാരമ്പര്യമനുസരിച്ച് ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നടക്കുന്ന ഒരു മതഭക്തന് വിടുവിക്കലല്ല, വീണ്ടെടുപ്പാണ് ആവശ്യം. അവൻ്റെ മരിച്ചു കിടക്കുന്ന ആത്മാവിനെ വീണ്ടെടുത്ത് ജീവനുള്ളതായ ഒരാത്മാവാക്കി മാറ്റുകയാണ് വേണ്ടത്. അത് ചെയ്യാൻ ആർക്ക് കഴിയും? അതാണ് ഗൗരവപുത്രന്മാരവിടെ ചിന്തിക്കുന്നത്. അവർ തന്നെ പറയുകയാണ്, അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. വിടുവിക്കലിനേക്കാൾ വിലയേറിയതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു അനേക രോഗികളെ വിടുവിച്ചു. കുരുടനെ കണ്ണുകാഴ്ചയുള്ളവനാക്കി, മുടന്തനെ നടക്കുമാറാക്കി, കുഷ്ഠരോഗിയെ സൗഖ്യമുള്ളവനാക്കി. പക്ഷേ അവിടെയെല്ലാം വിടുവിക്കലാണ് നടന്നത്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വലത്തുഭാഗത്തെ കള്ളനെ കർത്താവായ യേശുക്രിസ്തു വിടുവിക്കുകയല്ല ചെയ്തത്, വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അവൻ്റെ പ്രാണനെ വീണ്ടെടുത്തു. അവൻ്റെ ശരീരം അവിടെ മരണം നടന്നു, പക്ഷേ അവൻ്റെ പ്രാണനെ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുത്തു. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് സംഭവിച്ചതാണ്. അവളുടെ പ്രാണനെ യേശുക്രിസ്തു വീണ്ടെടുത്തു. കർത്താവ് പറഞ്ഞത് അനുസരിച്ച് പാപം കൂടാതെ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അവൾക്ക് ലഭിച്ചത് ഒരു വീണ്ടെടുപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വീണ്ടെടുപ്പാണ് വേണ്ടത്. നമുക്ക് താൽക്കാലിക ഒരു ആശ്വാസം, ഒരു വിടുവിക്കൽ. അനേകർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ രോഗസൗഖ്യം വേണം, പ്രശ്നത്തിന് പരിഹാരം വേണം, ആകുലം മാറണം, വീട് പണി നടക്കണം, കുടുംബത്തിൽ ശാന്തത വരണം, അലസനായ ഭർത്താവ് കരുതലുള്ള ഭർത്താവായി മാറണം, മയക്കുമരുന്നിനടിമയായി കിടക്കുന്ന മക്കൾ എത്രയും വേഗം ദൈവമക്കളായി തീരണം. ഇതെല്ലാമാണ് മനുഷ്യർക്ക് ആവശ്യം. പക്ഷേ വേണ്ടത് വീണ്ടെടുപ്പാണ് നടക്കേണ്ടത്. വീണ്ടെടുപ്പ് കൊടുക്കുമ്പോഴാണ് മനുഷ്യൻ സ്വർഗത്തിൻ്റെ പൗരനാകുന്നു, യേശുക്രിസ്തുവിൻ്റെ മകനെന്ന് അറിയപ്പെടുന്നതായ ഒരവസ്ഥയാണ് പറയുന്നത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനായിരിക്കണം. അവൻ്റെ ആത്മാവ് യേശുക്രിസ്തു വില കൊടുത്ത് മേടിച്ച ഒരാത്മാവാണ് എന്ന് അവന് തന്നെ ബോധ്യമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, 35-ാമത്തെ വയസ്സിലാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത്. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് എൻ്റെ അവസ്ഥ? പിശാചിൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ ആത്മാവിനെ, പാപ സ്വഭാവം മൂലം പിശാചിൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ ആത്മാവിനെ, ഞാനൊന്നും പള്ളിഭക്തനും മതഭക്തനും എല്ലാമായിരുന്നു, ദേവാലയത്തിലെ കർമ്മങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആത്മാവ് ദുഷ്ടൻ്റെ കയ്യിലായിരുന്നു. കർത്താവായ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം യേശുക്രിസ്തു എന്നെ വീണ്ടെടുത്തു. ഞാൻ ദൈവവൈതലായി തീർന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ വകയാണ്. അന്ന് വരെ ഞാൻ യേശുവിൻ്റെ വകയല്ല. ഇപ്പോൾ എന്നെ ഒരാൾ വില കൊടുത്ത് മേടിച്ചിട്ടുണ്ട്.
ആ വില കൊടുത്ത് മേടിച്ച യേശുവാണ് എൻ്റെ സകല കാര്യങ്ങളും നിർവഹിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതൊരു ചെറിയ കാര്യമല്ല. 72-ാം സങ്കീർത്തനം ശലോമോൻ പറയുന്നുണ്ട്. എൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. 12-14 വാക്യം വായിച്ചാൽ മതി. 72-ാം സങ്കീർത്തനം. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. വിടുവിക്കുന്നു. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. ദൈവത്തിന് സ്തോത്രം. 2 വാക്കുകളാണ് കാണുന്നത്. നിലവിളിക്കുന്ന ദരിദ്രനെ അവൻ വിടുവിച്ചെടുക്കും. നിലവിളിക്കുന്ന ദരിദ്രൻ എന്ന് പറയുന്നത് പണമില്ലാത്തവൻ മാത്രമല്ല, വലിയ രാജകീയ അധികാരമുള്ളവൻ മുതൽ വലിയ ഭരണ അധികാരമുള്ളവർ വരെ കസേരയിലിരുന്ന് ഭവനത്തെ ഓർത്ത്, അവരുടെ അവസ്ഥയോർത്ത്, അവരുടെ രോഗമോർത്ത്, അവരുടെ കുടുംബത്തെ ഓർത്ത് നിലവിളിക്കുന്ന അനേകരുണ്ട്. കൊട്ടാരം പോലെയുള്ള വീടുകളിൽ രാജ്ഞിയെപ്പോലെ കഴിയുന്നവരുണ്ട്. പക്ഷേ അവരുടെ ഹൃദയം വേദന കൊണ്ട് പിളയുന്ന ഹൃദയമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന മൂങ്ങ പോലെയുള്ള വേദനിക്കുന്ന മനുഷ്യരുണ്ട്. വലിയ വീടിനകത്താണ് പാർക്കുന്നത്, പക്ഷേ അവർ വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന മൂങ്ങ പോലെയാണ്. കാരണം എല്ലാവരും ഉണ്ട്, പക്ഷേ ആരുമില്ല. ഭർത്താവുണ്ട്, പക്ഷേ ഏകാന്തതയിലാണ്. മക്കളുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ആത്മാവ് ഏകാന്തത അനുഭവിക്കുന്നു. അവരെ ജീവനുള്ള ദൈവം വിടുവിക്കുന്നു. അവരെ ആ സങ്കടങ്ങളിൽ നിന്ന്, ആ നിരാശയിൽ നിന്ന്, ആ ആകുലത്തിൽ നിന്ന്, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് കർത്താവ് അവരെ വിടുവിച്ചെടുക്കുന്നു. 14-ാമത്തെ വാക്യം എന്താണ് നാം വായിച്ചത്? അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ പ്രാണനെ ദൈവം പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാവിന് ദൈവം വീണ്ടെടുപ്പ് കൊടുക്കുന്നു. ഈ ലോകത്തിലൊരു ഭൗതികമായ അനുഗ്രഹം മാത്രമല്ല, നിത്യമായ ആ സമാധാനത്തിന് വേണ്ടി അവരെ സ്വർഗത്തിൻ്റെ പൗരന്മാരായിട്ട് യേശുക്രിസ്തു വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. നാം ആ വീണ്ടെടുപ്പ് അനുഭവിക്കുന്നത് വരെയും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യം നമുക്ക് വായിച്ചു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം എടുക്കാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 11-ാം വാക്യം പറയും, മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. എന്ന് വെച്ചാൽ അക്കാലത്ത് യഹൂദന്മാരല്ലാത്ത സകലരെയും ജാതികളെന്ന് വിളിച്ചിരുന്നു. ക്രിസ്ത്യാനികളുണ്ടാക്കിയ പേരല്ലാതെ യഹൂദന്മാർ വിളിക്കുന്നതാണ്. യഹൂദരല്ലാത്ത എല്ലാവരെയും ജാതികളെന്ന് വിളിച്ചിരുന്നു. എന്ന് വെച്ചാൽ അവർ ദൈവത്തിൻ്റെ മക്കളല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവരത് വിളിച്ചിരുന്നത്. അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ജഡത്തിൻ്റെ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റിട്ടില്ല. എന്തുകൊണ്ടാണ് ജാതി എന്ന് വിളിക്കാൻ കാര്യം? അവർ ഏതെങ്കിലും കുറഞ്ഞ ജാതിയായിട്ടല്ല, ജാതിപരമായ വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ പരിച്ഛേദനയേറ്റവരും പരിച്ഛേദനയില്ലാത്തവരും, പരിച്ഛേദനയേറ്റ യഹൂദൻ പരിച്ഛേദനയില്ലാത്ത മനുഷ്യരെ ജാതികളെന്ന് വിളിച്ചിരുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ശരിയാണ്, ഒരു കാലത്ത് ഇന്ന് ക്രിസ്ത്യാനികളായ നാം എല്ലാവരും തന്നെ ജാതികളെന്ന് അറിയപ്പെട്ടിരുന്നവരാണ്. അന്ന് നമുക്ക് 4 കാര്യങ്ങളില്ലായിരുന്നു. വ്യക്തമായിട്ട് ചിന്തിച്ചാൽ നമുക്കറിയാം 4 കാര്യങ്ങളില്ലായിരുന്നു. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? 12-ാമത്തെ വാക്യം വായിക്കാം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. അക്കാലത്ത് യേശു ക്രിസ്തു നമുക്ക് ആരുമല്ലായിരുന്നു. ഒരുപക്ഷെ നാം പള്ളിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ യേശു ക്രിസ്തുവുമായി നമുക്ക് വ്യക്തിപരമായ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. 2-ാമത്, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. സ്വർഗീയ പൗരത്വമാകുന്ന ഇസ്രായേൽ പൗരത എന്ന് പറയുന്നത് യഹൂദ പൗരത്വമല്ല, ഇസ്രായേൽ രാജ്യത്തിൻ്റെ പൗരത്വമല്ല, സ്വർഗീയ യെരൂശലേമിലെ പൗരത്വം നമുക്കുണ്ടായിരുന്നില്ല. നാം നമ്മുടെ മനോഗതി അനുസരിച്ച് ജീവിച്ചിരുന്നവരാണ്. 3-ാമത്, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും. വാഗ്ദത്തത്തിൻ്റെ നിയമം എന്ന് വെച്ചാൽ നാം വീണ്ടെടുപ്പിൻ്റെ നിയമം. ക്രിസ്തുവിൻ്റെ മകനായി തീർന്നു, യേശുക്രിസ്തുവിൻ്റെ മകളായി തീർന്നു, രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വന്നു, സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. പ്രിയപ്പെട്ടവരെ, ആ വാഗ്ദത്തത്തിന് നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ മകനെന്നുള്ള വാഗ്ദത്തത്തിന് അവകാശമില്ല. പരിശുദ്ധാത്മാവിന് ലഭിക്കുമെന്നുള്ള ആ വാഗ്ദത്തത്തിന് നമ്മൾ അവകാശികളായിരുന്നില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധ ജീവിതത്തിനുള്ളതായ ഒരു വാഗ്ദത്തം നമുക്കുണ്ടായിരുന്നില്ല. നാം പ്രത്യാശയില്ലാത്തവരായിരുന്നു. അപ്പോൾ നാം
ക്രിസ്തുവില്ലാത്തവരായിരുന്നു. നാം ഈ ലോകത്തിലെ സ്വർഗീയ യെരൂശലേമിലെ പൗരത്വം നമുക്കുണ്ടായിരുന്നില്ല, നമുക്ക് വാഗ്ദത്തം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഒരു നാൾ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ആ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിന് നാം അവകാശികളായിരുന്നില്ല. നമുക്ക് പ്രത്യാശ ഉണ്ടായിരുന്നില്ല. മരണം കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു കാലത്ത് നിന്നാണ് ജീവനുള്ള കർത്താവായ യേശുക്രിസ്തു നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് തൻ്റെ മക്കളാക്കി തീർത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ചെയ്ത വൻ കാര്യം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ക്രിസ്ത്യാനികൾ വിലയുള്ളതായി കാണുന്നത് അവരുടെ സഭ, വലിയ പള്ളി, വലിയ സംഘടന, വലിയ വലിയ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ ക്രിസ്ത്യാനി വിലയുള്ളതായി കാണുന്നു. എന്നാൽ ക്രിസ്ത്യാനി വില കുറച്ച് കാണുന്ന എന്തൊക്കെയാണ്? വിശുദ്ധ വേദപുസ്തകം, കർത്താവായ യേശുവിൻ്റെ ഉപദേശമാകുന്ന മാനസാന്തരം, കാൽവരിയിലെ കുരിശ്, കർത്താവിൻ്റെ പുനരുത്ഥാനം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, ഇതൊക്കെ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് വലിയ വിലയുള്ള കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, നാം ഏതിനാണ് വില കൊടുക്കുന്നത്? നാം ഏതിനാണ് വില കൊടുക്കുന്നത്? കർത്താവിൻ്റെ കുരിശിനാണോ വില? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിനാണോ വില? മാനസാന്തരം എന്ന അനുഭവത്തിനാണോ വില? അതോ നാം ഈ ലോകത്തിലെ ക്രൈസ്തവൻ്റെ ആർഭാടങ്ങൾക്കും അവൻ വലിയ പൊങ്ങച്ചത്തോടെ പറയുന്നതായ ക്രിസ്ത്യാനി എന്നുള്ളതായ ഒരു നാമധേയ പേരിനാണോ? ഏതിനാണ് വില? നിങ്ങൾ ആ വീണ്ടെടുപ്പ് അനുഭവിച്ചോ? നിങ്ങൾ മാനസാന്തരത്തിലേക്ക് വന്നോ? പ്രിയപ്പെട്ടവരെ, ആ അനുഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴേ പിന്നെ നമുക്ക് ഒരപ്പനോട് ചോദിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. വീണ്ടെടുക്കപ്പെടണം, വീണ്ടെടുപ്പ് നടക്കണം. ആ ഭാഗ്യപദവിയിലേക്ക് നാം ഓരോരുത്തരും വരണമെന്നുള്ളതാണ് സത്യം. ഫലമില്ലാത്ത ക്രിസ്ത്യാനികൾ ആയിത്തീരുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ പേരുണ്ട്, പക്ഷേ ഫലമില്ല. എല്ലാ ക്രിസ്ത്യാനികൾക്കും ദൈവം മുമ്പാകെ വിലയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ ഒരുവന് വിലയുണ്ടാകണമെങ്കിൽ അവൻ വീണ്ടെടുപ്പിലേക്ക് വരണം. ഹോശയ്യാ പ്രവചനം 13:13 പറയും, അനേകരും ആ സമർപ്പണത്തിലേക്ക് വരുന്നില്ല. ഹോശയ്യാ 13:13 നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രവാചകൻ പറയുന്നത്. ഒന്ന് വായിച്ചു കേൾക്കാം. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവന് ഉണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ, സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കിൽ എത്തുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകരും അവർക്കറിയാം ശരിയല്ല, പാപമുണ്ട്, അവർ ദൈവരാജ്യത്തിൽ പോകുമോ നിശ്ചയമില്ല, ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് ഭയമുണ്ട്, കർത്താവ് സഹായിക്കുമോ നിശ്ചയമില്ല, ഈ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് അവർക്കൊരു സഹായം കൊടുക്കുമോ, ഒരപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യമില്ല. ഇതവർക്കറിയാമെങ്കിലും അവർക്ക് ആ ബോധമുണ്ടെങ്കിലും സമയമാകുമ്പോൾ ഗർഭദ്വാരത്തിലേക്ക് വരാത്ത ഒരു ശിശുവിനെ എന്ന പോലെയാണ് അവരെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത്. കാരണം അവർ സമർപ്പണം എടുക്കുന്നില്ല. ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ മകൾ തന്നെയാണ്, ഞാൻ യേശുവിനെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്നുള്ളതായ ആ സമർപ്പണം എടുക്കാൻ അവരുടെ പണം, അവരുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പാരമ്പര്യം, ഇത് അനേകരെ സമ്മതിക്കുന്നില്ല. സമയമാകുമ്പോൾ അവർ പുറകോട്ട് മാറുകയാണ്. ഗർഭദ്വാരം വരെ എത്തുന്നു, സമയമാകുമ്പോൾ അകത്തേക്ക് തന്നെ വലിഞ്ഞു പോകുന്ന ഒരു കുഞ്ഞിനെ പോലെ എന്നാണ് പ്രവാചകൻ സങ്കല്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു ഇലക്ട്രിക് മോട്ടർ, വൈൻഡിങ് ഉണ്ട്, അതിൻ്റെ മാഗ്നറ്റിക് സംവിധാനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ കറണ്ടില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല എന്ന് പറയുന്ന പോലെയാണ് ക്രിസ്തുവില്ലാത്തൊരു ക്രിസ്ത്യാനി. ക്രിസ്തുവില്ലാത്തൊരു ക്രിസ്ത്യാനി, കറണ്ടില്ല, ഇലക്ട്രിക് മോട്ടറിൻ്റെ സകല സംവിധാനങ്ങളുമുണ്ട്, പക്ഷേ വൈദ്യുതി മാത്രമില്ല. എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, സഹോദര, നിൻ്റെ ക്രൈസ്തവ നാമം കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? നീ ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരുകൊണ്ട് നിൻ്റെ ആത്മാവിന് നിനക്ക് എന്ത് പ്രയോജനം? നിൻ്റെ മരണസമയത്ത് നിനക്ക് എന്ത് പ്രയോജനം? നിൻ്റെ മരണം കഴിഞ്ഞ് നിനക്ക് എന്ത് പ്രയോജനം? ആ പ്രയോജനം ലഭിക്കുന്നത് നീ സമർപ്പണമെടുക്കുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ മകനാണെന്നുള്ളതായ ആ യഥാർത്ഥ ഒരു കീഴടങ്ങലിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തയിലേക്ക്
നമുക്ക് തന്നെത്താനെന്ന് ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണോ? എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പ്രശ്നം മാറ്റി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ കണ്ണുനീര് ദൈവം കണ്ടിട്ടുണ്ട്. എനിക്ക് ദൈവം വീടുണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് ദൈവം ഭവനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എൻ്റെ നല്ല വിവാഹം നന്നാക്കി തന്നിട്ടുണ്ട്. ഓടിയെത്തിയ അത്യാപത്തിൽ നിന്ന് ദൈവം എന്നെ മാറ്റിയിട്ടുണ്ട്. എൻ്റെ സകല കാര്യങ്ങളും കർത്താവ് നടത്തി തന്നിട്ടുണ്ട്, വിടുവിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ വീണ്ടെടുപ്പാണ് വിലയേറിയത്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് വിലയേറിയത്. അത് കാൽവലിയിലെ രക്തത്താൽ നിൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടണം. ഒന്ന് കണ്ണുനീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാവോ? കർത്താവെ, വിടുവിക്കലുണ്ടായിട്ടുണ്ട്, വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. നീ എൻ്റെ രോഗം മാറ്റി കിട്ടിയിട്ടുണ്ട്, എൻ്റെ പ്രശ്നം മാറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആത്മാവ് ദൈവത്തിൻ്റെ കരുത്തിലായിട്ടില്ല. ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കത്തക്ക ഒരു പദവി എനിക്ക് ലഭിച്ചിട്ടില്ല. കർത്താവെ, ഞാൻ എളിമയോടെ പ്രാർത്ഥിക്കുന്നു, ഒരു വീണ്ടെടുപ്പ് നടക്കണമേ. എന്നെ നിൻ്റെ മകനായിട്ട് ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിക്കപ്പെട്ട ഒരു ദൈവവേദലാണ് ഞാനെന്ന് പറയാനുള്ള ഒരു പ്രാഗൽഭ്യം തരണമേ. കുടുംബമായൊരു വീണ്ടെടുപ്പ് തരണമേ. തലമുറയായൊരു വീണ്ടെടുപ്പ് തരണമേ. കർത്താവെ, ഭാഗ്യകരമായ ഒരു ക്രിസ്ത്യാനിയുടെ അനുഭവത്തിലേക്ക്, ഒരു സ്വർഗീയ പൗരനാണ് ഞാനെന്ന് പറയുവാനുള്ള ആ ഭാഗ്യാവസ്ഥയിലേക്ക് ഈ നിൻ്റെ മക്കളാകുന്ന ഞങ്ങളെ വളർത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങൾക്ക് പരിഹാരം തരണമേ, ആശങ്കകൾക്ക് പരിഹാരം തരണമേ, ആത്മാവിന് ജീവൻ തരണമേ. മരണം കഴിയുമ്പോൾ ദൈവരാജ്യത്തിന് അവകാശിയാണെന്നുള്ളതായ ആ വലിയ വാഗ്ദത്തത്തിൻ്റെ അവകാശത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയാൻ എല്ലാ കൃപയും തരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.